വീടിൻ്റെ ഫ്ലോറിങ്ങിൻ്റെ പണി ആരംഭിക്കാനുള്ള സ്റ്റേജായി. വീടിനടുത്ത് തന്നെയുള്ള 2 ഷോപ്പിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി. ക്രിസ്മസ് ഓഫേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. വളരെ ചെറിയ ഷോപ്പായിരുന്നെങ്കിലും നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. പേഴ്സണലി എൻ്റെ താല്പര്യം ഗ്രാനൈറ്റ് ആയിരുന്നെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഗ്രാനൈറ്റിൻ്റെ ഗ്ലേസിംഗ് നഷ്ടമാകും എന്ന് കേട്ടപ്പോൾ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത ആഗ്രഹം അവിടെ സ്റ്റോപ്പായി. മാർബിളിന് ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിലും റീവർക്ക് ആവശ്യമാണ്. ഹസ്ബൻഡിന് എന്നും ടൈൽസ് തന്നെയാണ് താല്പര്യം. വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു ആളുടെ മനസ്സിലെങ്കിൽ എടുക്കുകയാണെങ്കിൽ പ്യുവർ വൈറ്റ് മതി എന്ന് എൻ്റെ അഭിപ്രായം. ഗ്രാനൈറ്റിൻ്റെയും മാർബിളിൻ്റെയും ഷെയ്ഡുകൾ നല്ല ഭംഗിയിൽ ടൈലിൽ കണ്ടു. പക്ഷേ അത് പ്ലെയിൻ ആവാത്തത് കാരണം ആ താല്പര്യം ഞാൻ വേണ്ടാന്ന് വെച്ചു. നല്ല വൈബ്രൻറ്റ് കളേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പേസ്റ്റൽ കളേഴ്സ്, യെല്ലോ. പണ്ടൊക്കെ ടൈൽസ് വളരെ ചെറിയ പീസായിട്ടാണ് വരുന്നതെങ്കിൽ ഇന്ന് വളരെ വലിയ ഷീറ്റായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ടൈൽസിൻ്റെ ക്വാളിറ്റിയും ഗ്ലേസിങ്ങും ഒക്കെ ഇപ്പോൾ വളരെ കൂടുതലാണ്. റീസെൻ്റായിട്ട് വരുന്ന എല്ലാ ടൈൽസിൻ്റെ കളക്ഷൻസും കാഴ്ചയ്ക്ക് വളരെ മനോഹരമാണ്. ടോയ്ലറ്റിൻ്റെയും ബാത്റൂമിൻ്റെയും ഡിസൈൻസ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ആഷ് വരുന്ന കോമ്പിനേഷൻ എനിക്ക് വളരെ ഇഷ്ടമായി. 2 ഷോപ്പിൽ കൂടി കയറി നോക്കിയിട്ട് മാത്രമാണ് ഫൈനൽ പർച്ചേസിങ് നടത്തുകയുള്ളൂ. കിച്ചൺ സ്ലാബ്, ബാത്റൂം, സ്റ്റെയർ കേസ്, വോൾ ടൈൽസ് എല്ലാം വളരെ ശ്രദ്ധയോടെ സെലക്ട് ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു ഷോപ്പിൽ മാത്രം നമ്മൾ കയറി നോക്കിയിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. ഇനി തൊട്ടടുത്ത് തന്നെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട്. അത് അത്യാവശ്യം വലിയൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ കൂടി കയറിയിട്ട് അവിടുത്തെ കളക്ഷൻസ് കൂടി കണ്ടിട്ട് വേണം നമ്മൾ ഏത് ടൈൽ എടുക്കാൻ എന്ന് തീരുമാനിക്കുന്നത്.